പറയൂ. സയനിസ്റ്റ് ആണോ? അല്ല. ഷഹരിയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. പിന്നെന്താണ്? ഈ ജുദായിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീജിയൻ അല്ല, മതമല്ല. എങ്ങനെ? ഈ ജുദായിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതമല്ലേ? ജൂതായിസം എന്ന് പറഞ്ഞാൽ ഒരു മതമാണ്. അപ്പൊ ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെയല്ലേ? ജൂതമതത്തെ അല്ലല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്തത്, ജൂതന്മാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അവര് ജൂതമതം വിശ്വസിക്കുന്നോണ്ടല്ല അവര് ജൂതന്മാര്. അങ്ങനെ അല്ലല്ലോ. പിന്നെങ്ങനെയാ? ഇപ്പോൾ തീവ്രവാദത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾക്കൊരു ഒരു മുസ്ലിം ആയിക്കൂടെ? ആവാം. അപ്പോൾ ജൂതന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും ഈ മുസ്ലിംസ് കാണുന്ന പോലെ എക്സ്ട്രീമിസ്റ്റ് തന്നെയല്ലേ? അങ്ങനെയല്ല. അതിനകത്തൊരു ഒരുപാട് ആൾക്കാരുണ്ട്. അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ കണ്ട 90% ജൂതന്മാരും അത്രയും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ജൂതന്മാർ തന്നെയായിരുന്നു. അതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. അതൊരു അനക്ഡോട്ടൽ ഫാലസിയാണ്, അതിവിടെ എടുക്കില്ല. നിങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അതൊരു അവൈലബിലിറ്റി ബയസായിട്ട് എടുത്തൂടെ? നിങ്ങൾ കാണാത്തതില്ലേ? അപ്പോൾ കാണാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കണ്ടതിനെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പറഞ്ഞുകൂടെ അവർ കണ്ട മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, അപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, സമ്മതിക്കുമോ? വിശ്വസിക്കും. മുസ്ലിംസ് ഒരു 80-70% എക്സ്ട്രീമിസ്റ്റ് തന്നെയാണ് മുസ്ലിംസ്. പിന്നെ വരുന്ന ബാക്കി 20% ഷുഗർ കോട്ടഡ് മുസ്ലിംസ് ആണ്. അത് വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കും. ജൂതന്മാരെ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ജൂതന്മാരെ നിങ്ങൾ തീവ്രവാദികളാക്കാൻ വേണ്ടി മൊത്തം കാക്കാമാരെ നിങ്ങൾ തീവ്രവാദിയാക്കി. നിങ്ങൾ ആൾ കൊള്ളാലോ. നിങ്ങൾ ത്രോയിങ് അണ്ടർ ബസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് ആ സാധനം. ഇല്ലല്ലോ, മൊത്തം കാക്കാമാരെ തീവ്രവാദികളാക്കിയിട്ടില്ലല്ലോ. ഈ 20% ഷുഗർ കോട്ടഡ് മുസ്ലിംസ് അവർക്ക് മുസ്ലിം മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് ഇസ്ലാമിലെ നല്ലത് മാത്രം വിശ്വസിച്ചിട്ട് നടക്കുന്ന ടീംസ് ആണ്. അവരൊരിക്കലും ഇതിൽ കൂട്ടാനേ പാടില്ല. പിന്നെ ബാക്കി വരുന്ന 80%, അതായത് നമ്മുടെ നാട്ടിലും പുറമേയെല്ലാം കണ്ടുവരുന്നത്, അതായത് ഇപ്പം UK യിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിംസ് എക്സ്ട്രീമിസ്റ്റ് തന്നെയാണ്. അത് ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ഒരാൾ വരെ അങ്ങനെയാണ്. നിങ്ങളൊരു മുസ്ലിമാണോ? അതെ, ഞാൻ ഒരു മുസ്ലിമാണ്. ഓ, നിങ്ങൾക്ക് കാര്യമായിട്ട് എവിടുന്നോ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന്. അനുഭവങ്ങളുണ്ടോ? തിക്ത അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. അത് തീവ്രവാദമായി കണക്ട് ചെയ്തിട്ടാണ്? ഓക്കെ, അത് വളരെ തീവ്രമായ. എനിക്കും എന്നെ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് വിളിക്കാനും പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഷുഗർ കോട്ടഡ് മുസ്ലിമാണോ? കൈൻഡ് ഓഫ് ഷുഗർ കോട്ടഡ് മുസ്ലിം ആണ്. അതെ. നിങ്ങൾ ഇസ്ലാമിലെ ഏത് വശത്തെയാണ് നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്യാറുള്ളത്? ഒരു ഉദാഹരണം. ഇസ്ലാമിന്റെ മതം വിടാ. വി ആർ ടോക്കിംഗ് അബൌട്ട് ജുഡായിസം. നിങ്ങളിപ്പോ പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചല്ലേ? അപ്പൊ നമ്മൾ അത് തീർന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഈ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സയോണിസം അല്ല. ഇതിന് ഉത്തരം പറഞ്ഞു. ഏതായാലും ഇവിടെ വരെ എത്തിയില്ലേ? ഇത്രയും പറഞ്ഞില്ലേ? ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ജൂദായിസത്തിലേക്ക് പോവാം. ഇല്ല, നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത ഇസ്ലാമിലെ ഒരു കാര്യം പറയും. അല്ല, ഇതും കൂടി സംസാരിക്കാനാണ് ഞാൻ ഇപ്പൊ ലൈവിൽ വിളിച്ചിരിക്കുന്നത്. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് താല്പര്യമുണ്ട്. ഇത് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത ഇസ്ലാമിലെ ഒരു കാര്യം പറയും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ജുഡായിസം. നിങ്ങൾ ഇപ്പൊ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കുമാവാം ഒരു സയോണിസ്റ്റ് എന്നുള്ള ഇതിനെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ എന്റെ ഇത് പറഞ്ഞു. ഓക്കെ, ഞാൻ കണ്ടു വളർന്നതും ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും എക്സ്ട്രീമിസ്റ്റ് ആണ്. അതിപ്പോ ഏത് റിലീജിയൻ ആണെങ്കിലും. ഇപ്പൊ ഹിന്ദുസ് എടുക്കുകയാണെങ്കിൽ ഹിന്ദുസിന്റെ കാര്യം എനിക്ക് തീരെ അറിയില്ല. ബട്ട് ജുഡായിസം എന്ന് പറയുന്നത് എനിക്ക് നല്ലപോലെ മുസ്ലിംസിനെ പോലെ തന്നെയാണ് അവര്. മുസ്ലിംസിന്റെ വേറൊരു വെർഷൻ. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കണ്ട തീവ്രമായ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള തീവ്രമായ ജൂതന്മാരെ നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുഡായിസം ആണ്. ജുഡായിസം എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. നിങ്ങളൊരു അത്യസ്റ്റ് ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ജൂതന്മാർ. ഞാൻ ജൂതന്മാരെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ സയനിസത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. ജൂതന്മാരെന്നുള്ള വ്യക്തികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, മതത്തെ അല്ല. ഇതും ഞാനിപ്പോ ഈ മുസ്ലിംസിനെ ഇന്ന വ്യക്തികളെയാണ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന, എന്താ പറയാ, ഞാൻ ഈ മുസ്ലിംസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എക്സ്ട്രീമിസ്റ്റ് അല്ല എന്ന് പറയുന്ന പോലെയല്ലേ. ഈ മുസ്ലിംസ് പറയുന്നത് എന്താണ് പറയൂ.
നിങ്ങൾ മുസ്ലിംസിനെ വിടൂ, നിങ്ങൾ ജൂതായുസത്തെ കുറിച്ച് പറയൂ. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ പിന്നെ വീണ്ടും ജൂതായുസത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു ഓടുന്നത് ശരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത ഇസ്ലാമിലെ ഒരു കാര്യത്തെ കുറിച്ച് പറയും. ഫോർ എക്സാമ്പിൾ, മനുഷ്യന്മാർക്ക് വില കൊടുക്കുന്നുണ്ട്, മനുഷ്യ വ്യക്തികൾക്ക് വില കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷെ വില കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഷുഗർ കോട്ട് ചെയ്യുന്നത്? എനിക്ക് എന്റെ കാര്യം ഞാൻ എക്സ് മുസ്ലിം ആണോ, ഷുഗർ കോട്ടഡ് ആണോ, എക്സ്ട്രീമിസ്റ്റ് ആണോ എന്ന് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഷുഗർ കോട്ടഡ് മുസ്ലിം ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷെ അത് ശരിക്കും എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമില്ല. ഞാൻ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമില്ല. ഓക്കെ, അതെന്തുകൊണ്ടാ? അത് ആഗ്രഹമില്ലാത്തോണ്ട്. അതെന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? അത് ആഗ്രഹമില്ലാത്തോണ്ട്. ദാറ്റ്സ് ഇറ്റ്. ശരി, അപ്പം ഒരു കാര്യം അപ്പം നിങ്ങൾ സമ്മതിക്കുകയാണ്, അതായത് നിങ്ങൾ കണ്ടതുപോലെ കുറച്ച് തീവ്രമായ ജൂതന്മാരെ കണ്ടതുകൊണ്ട് ബഹുഭൂരിപക്ഷം ജൂതന്മാരും തീവ്രവാദികളാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. ജൂതന്മാരെല്ലാരും എന്നല്ല. എത്ര ശതമാനം? ഈ പ്രോ പാലസ്തീനിയൻസ് ആയിട്ടുള്ള ജൂതന്മാരും ഉണ്ട്. എത്ര? വെയിറ്റ് എ മിനിറ്റ്. ഒരു മിനിറ്റ് അല്ല, ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജൂതന്മാരും ഉണ്ട് ആക്ച്വലി. എത്ര? കേട്ടില്ല. ഹലോ, എത്രയാണ്? എത്രാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല, ഒന്നുകൂടി പറയൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ജൂതന്മാര് എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് എനിക്ക് നിങ്ങളെ പോസ്റ്റ് ഞാൻ കണ്ട ജൂതന്മാരൊക്കെ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെങ്ങനെ? ഇപ്പൊ ഞാൻ കണ്ട അവിടുത്തെ ഒരു പോസ്റ്റോ ഒരു സ്റ്റോറിനോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് എക്സ്ട്രീമിസ്റ്റ് ആണെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറി നിങ്ങളെ പോസ്റ്റ് ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്ട്രീമിസ്റ്റ് ആണ്. ജുദായിസത്തിന്റെ എക്സ്ട്രീമിസ്റ്റിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ ആ നോർത്തേൺ ലെബനോൺ ബോർഡറിൽ ഹിസ്ബുള്ള കൊന്നുതള്ളിയ 12 കുട്ടികളെ കുറിച്ച് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഷെയർ ചെയ്താൽ അത് എക്സ്ട്രീമിസ്റ്റ് ആവോ? ഒന്നുകൂടി പറയൂ. അതായത് ഡ്രൂസ് വില്ലേജിൽ കളിച്ചുകൊണ്ടിരുന്ന 12 കുട്ടികളുടെ മേത്തേക്ക് ലെബനോൺ ബോർഡറിൽ ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ച് 12 പേരെ ഓൺ ദ സ്പോട്ട് കൊന്നു. ഈ വിഷയം ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്താൽ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടാൽ അതെങ്ങനെ എക്സ്ട്രീമിസ്റ്റ് ആവുമോ? ഇല്ല, ആവില്ല. അവിടെ ഹമാസ് തീവ്രവാദികൾ തുരങ്കം പണിതുകൊണ്ട് അതിൻ്റെ അടിയിലിരുന്ന് ബോംബിടുമ്പോൾ അതിൻ്റെ മുകളിൽ സ്കൂളുണ്ട്, അതിൻ്റെ മുകളിൽ നഴ്സറികളുണ്ട്, അതിൻ്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ആളുകളുടെ ജീവൻ മുഴുവൻ കേൾക്കും. ചോദ്യം മുഴുവൻ കേൾക്കും. ഓക്കെ, അതിന്റെ മുകളിലുള്ള ആളുകളെ കേൾക്കൂ, ചോദ്യം എനിക്ക് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ടല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ യഹിയ സിൻവർ, ഓപ്ഷൻ ബി ഡൊണാൾഡ് ട്രംപ്, ഓപ്ഷൻ സി നെതന്യാഹു, ഓപ്ഷൻ ഡി മോദി. നെസസറി സാക്രിഫൈസ് എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? നിങ്ങൾ തന്നെ ആൻസർ പറയൂ, കേക്കട്ടെ. നിങ്ങൾ പറയ് ആരാന്ന്. നിങ്ങളല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കുന്നത്. നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ തീവ്രവാദി നമ്മളല്ലേ നിങ്ങൾ വിളിച്ചത്? നിങ്ങൾ ആൻസർ പറയൂ, കേക്കട്ടെ. നിങ്ങൾ പറയ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ച് അരച്ച് കലക്കിയിട്ടല്ലേ വന്നിരിക്കുന്നത്. നെസസറി സാക്രിഫൈസ് എന്താ വിവരം എപ്പോഴാണ് മനസ്സിലായത്? മനസ്സിലായില്ല. ഇത് ഞാൻ സർക്കാസം ഒന്നല്ല പറഞ്ഞത്, ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ ചോദിക്കണേ. നെസസറി സാക്രിഫൈസ്, കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെടണം, കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെടണം, ദാറ്റ് ഈസ് നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ യഹിയ സിൻവർ, ഓപ്ഷൻ ബി നെതന്യാഹു, ഓപ്ഷൻ സി ട്രംപ്, ഓപ്ഷൻ ഡി മോദി. ഇതിലാരാ പറഞ്ഞത്? മിസ്റ്റർ ആരിഫ്, ഞാൻ ഓൾറെഡി പറഞ്ഞു യഹിയ സിൻവർ. യഹിയ സിൻവർ ആരാണ്? ഹമാസ് ലീഡർ. ഹമാസ് ലീഡർ? ലീഡറാണോ തീവ്രവാദിയാണോ?
ആക്ച്വലി ഈ ഹമാസും ലീഡറാണോ തീവ്രവാദിയാണോ? തീവ്രവാദി. ഹമാസ് തീവ്രവാദ കൂട്ടമാണോ? അതെ, ആണ്. അപ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ തീവ്രവാദിയാവോ? ഇല്ല. ഇല്ല. പിന്നെ നമ്മൾ അതിനെ എതിർക്കുമ്പോൾ നമ്മളെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് തീവ്രവാദിനെ വിളിച്ചത്? അതായത് ഇത് രണ്ടും കണക്കാണ്, ഇസ്രായേലും കണക്കാണ്, ഹമാസും കണക്കാണ്. കണക്കല്ല. അവിടെ ഒരു മോറൽ അവരെ പവർ വെച്ചിട്ട് 50,000 1 ലക്ഷം കൊന്നു തള്ളുന്നു. 50,000 60,000 മനസ്സിലായില്ല. 50,000 60,000 ഇസ്രായേൽ അവരെ പവർ വെച്ചിട്ട് 50,000 60,000 കൊന്നു തള്ളി. ഹമാസ് അവരെ കൊണ്ട് പറ്റുന്ന പിശുവടി വെച്ചിട്ട് 2,000 ആൾക്കാരെ കൊന്നു തള്ളി. ഇത് തന്നെ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരാൾ ജുദായിസ് ആണെങ്കിലും മറ്റേ ഇസ്ലാം. രണ്ടും തമ്മിൽ ഒക്ടോബർ 7 എത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്? ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു? ഒക്ടോബർ 7 ആദ്യം പറയും, എന്നിട്ട് നമുക്ക് 8ന്റെ കാര്യം പറയാം. ആദ്യം 7ന്റെ കാര്യം പറയും. ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു അതിന്റെ കണക്ക്. ഒക്ടോബർ 7ന്റെ കാര്യം പറയൂ. എന്താ ഒക്ടോബർ 7 പറയാൻ പാടില്ലേ? ഒക്ടോബർ 7 പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഒക്ടോബർ 7 എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് പറയാം ആദ്യം. 1195. ഓക്കെ, അത് ആരാണ്? ജൂതന്മാരാണോ? അത് ജൂതന്മാരാണോ ഈ ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത്? ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് കൊല്ലപ്പെട്ട ആൾക്കാരെ ഞാൻ പറയാം. ആദ്യം ഒക്ടോബർ 7 കാര്യം പറയും. ഒക്ടോബർ 7 കാര്യം തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒക്ടോബർ 8 കാര്യം നമുക്ക് പറയാം. ഞാൻ പറയും. ഒക്ടോബർ 7 കൊല്ലപ്പെട്ടത് ആരാണ് അവരെ കൊന്നത്? ആക്ച്വലി കൊല്ലപ്പെടുന്ന ആൾക്കാർക്കില്ലേ, ആരാണ് അവരെ കൊന്നത്? ഹമാസ്. ഈ കൊല്ലപ്പെട്ട ആളുകൾ സിവിലിയൻസ് ആയിരുന്നു അല്ലേ? 815 സിവിലിയൻസ്. ബാക്കി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ആരാന്ന് പറയും. എന്നിട്ട് ബാക്കി എത്ര സിവിലിയൻസ്? ഒക്ടോബർ 7 എത്ര സിവിലിയൻസ് കൊല്ലപ്പെട്ടു? ഹലോ, ഒക്ടോബറിന് എത്ര സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത് പറയൂ. 815. ബാക്കിയുള്ള ആൾക്കാർ ആരാണ്? പലസ്തീനിയൻസ് ആണ്. ആക്ച്വലി ഞാൻ ഇപ്പോ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങളെ കിടന്ന് ഉരുണ്ടുകളിയൊക്കെ അവിടെ കൈവെക്ക്. ഒക്ടോബർ 7 ജൂതന്മാർ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് പറയാം. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാം. ജൂതന്മാർ എത്ര പേര് കൊല്ലപ്പെട്ടു? നിങ്ങളെ വായിലുള്ള ഉത്തരം കേൾക്കാൻ വേണ്ടി ഇതിപ്പോ നിങ്ങൾ എന്നോടാണ് ചോദ്യം ചോദിക്കുന്നത്, ഞാനാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. അവിടെ കയ്യിലിരിക്കട്ടെ. ഒക്ടോബർ 7 കാര്യം തീരുമാനമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒക്ടോബർ 7 എത്ര ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറയാം. ഇതിപ്പോ ഞാൻ എത്രാമത്തെ പ്രാവശ്യം പറഞ്ഞ കണക്ക് തെറ്റാണ്. നിങ്ങൾ എന്താ ബാക്കി കണക്ക് വിഴുങ്ങി? തെറ്റാണെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്തല്ല വേണ്ട, നിങ്ങൾ അതിനാണല്ലോ വിളിക്കുന്നത്. ആണല്ലോ, അത് തിരുത്തണം വേണ്ടത് നമ്മൾ ആലോചിക്കുമല്ലോ. ഇത് ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒക്ടോബർ 7 അവരെ കൊന്നു തള്ളിയത് ആരാന്ന് പറയും. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ പറയാം അത് തെറ്റാണ്. നിങ്ങൾ ആരെ കൊന്നു തള്ളിയെന്ന് പറയൂ. ഒക്ടോബർ 7 ആരാണ് കൊന്നത്? എന്തായിരുന്നു അതിന്റെ ട്രിഗർ എന്ന് പറയും. ഒക്ടോബർ 7 ഉത്തരവില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞോ? എനിക്ക് എന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഒക്ടോബർ 7 ട്രിഗർ എന്താന്ന് പറയും. ഒക്ടോബർ 7 സംഭവിക്കാനുള്ള ട്രിഗർ എന്താണെന്ന് പറയും. എനിക്കറിയില്ല, നിങ്ങൾ പറയും. ഇതൊക്കെ അറിയാതെയാണോ ഈ കടന്നിട്ട് ഈ വീരവാദം മുഴക്കുന്നത്? ഞാൻ നിങ്ങളോട് അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അത് വലിയ സംഭവമാവില്ല. നിങ്ങൾ കാര്യം ക്ലിയർ ആയിട്ട് പറയും. ഒക്ടോബർ 7 സംഭവിക്കാനുള്ള എന്തെങ്കിലും ഉത്തരം തെറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ കറക്റ്റ് ഇറ്റ്. ഓക്കെ, അതിനാണ് ഞാൻ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് ഒക്ടോബർ 7 എന്തായിരുന്നു പ്രകോപനം എന്ന് പറയൂ. വാട്ട് വാസ് ദ ട്രിഗർ? അതെനിക്ക് അറിയില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബർ 7 ട്രിഗർ എന്താണെന്ന് അറിയില്ല. ഒക്ടോബർ 7 കൊന്നത് അവര് സിവിലിയൻസ് ആണോ അല്ലയോ എന്നറിയില്ല. അത് എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ വലിയ വിഷമമാണ്. എന്നാൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് ഒക്ടോബർ 7 കൊല്ലപ്പെട്ടാലും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാലും മനുഷ്യന്മാർ കൊല്ലപ്പെടുമ്പോൾ ഒരേ വികാരം തന്നെയാണ് ഉണ്ടാവുക. മനുഷ്യന്മാർ മരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വികാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഒക്ടോബർ 7 ഒരു പ്രകോപനം. നിങ്ങൾ പാലസ്തീനിയൻസിനെ ആരും അങ്ങോട്ട് പോയിട്ട് കൊന്നിട്ടില്ല. ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ അങ്ങോട്ട് ഇടി കിട്ടും.
അത് വാങ്ങിച്ചുകൊണ്ടിരുന്ന് മോങ്ങുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ താത്ത ചെല്ല്. ഓക്കെ Seriously? പോയിട്ട് കഥ പഠിച്ചിട്ട് വാ. ഓക്കെ അപ്പോൾ ആരാണ് യുദ്ധം തുടങ്ങി വെച്ചത്, ആരാണ് യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന മാനവികതയുടെ കഥ കേട്ട് ഇവിടെ നിലവിളിക്കാൻ നമ്മളെ കിട്ടില്ല. നിങ്ങൾ ആദ്യം മാനവികത പഠിച്ചിട്ട് സിവിലിയൻസിനെ ഒരു പ്രകോപനവും ഇല്ലാതെ കൊന്നു തള്ളുന്നത് ആദ്യം തിരുത്താനും അത് ചെയ്യുന്നവരെ നിങ്ങൾ തള്ളി പറയാനും നിങ്ങൾ തയ്യാറാവുക. അല്ലാതെ ഇവിടെ വന്നിട്ട് മെഴുകിയിട്ട് കാര്യമില്ല. ഓക്കെ നിങ്ങൾക്ക് 10,000 കൊന്നിട്ടില്ലല്ലോ, അതിന്റെ കണക്ക് നമ്മളിവിടെ പറയും. അതിന്റെ 10,000 കൊന്നിട്ടുണ്ട്, 10,000 പേര് കൊല്ലപ്പെട്ടതിൽ എത്ര സിവിലിയൻസ് ഉണ്ട്, എത്ര ഹമാസ് തീവ്രവാദികൾ ഉണ്ടെന്നൊന്ന് പറഞ്ഞട്ടെ. നിങ്ങൾ 2 വയസ്സുള്ള കുട്ടിനെ വരെ ഹമാസ് തീവ്രവാദികളാക്കി അവരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വയസ്സുള്ള കുട്ടിനെ അവരാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വയസ്സുള്ള കുട്ടിനെ നിങ്ങൾ തീവ്രവാദിയായിട്ട് കാണുന്നു. ഞാനാക്കിയിട്ടില്ല, പക്ഷെ അവരാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തള്ളി പറയാൻ കഴിയും, തീവ്രവാദിയാക്കിയിട്ടുണ്ട് അവര്. 3 വയസ്സുള്ള കുട്ടി കൊല്ലപ്പെട്ടാൽ 2 വയസ്സുണ്ട്, 3 വയസ്സുണ്ട്, 6 വയസ്സായിട്ടുള്ള കുട്ടിയെ വരെ തോക്കും കൊടുത്ത് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണോ ചിത്രം, വീഡിയോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലേ? 6 വയസ്സുള്ള കുട്ടി, 12 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് വിട്ടിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? 6ഉം 10ഉം വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഹമാസ്, ഞാൻ ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചിട്ടും നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇതിന് ഉത്തരം പറയും. നിങ്ങൾ ബേസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലേ? 6ഉം 10ഉം വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് വിടുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? 6ഉം വയസ്സും പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് ചെയ്യുന്നത് ശരിയാണോ? സപ്പോർട്ട് ചെയ്യുന്നത് അത് ചെയ്യുന്നത് ശരിയാണോ? അത് ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ 6 വയസ്സുള്ള കുട്ടിനെ തോക്കും കൊണ്ടുവന്ന കുട്ടിനെ കൊല്ലുന്നതും തെറ്റാണ്. അവര് തോക്ക് കൊടുത്തതും ശരിയല്ല. ഇതൊരു ആൾക്കൂട്ടമായിട്ടല്ലേ വരുന്നത്. ഈ ഒക്ടോബർ 7-ന് ഈ കടന്നു കയറിക്കൊണ്ട് അവിടെ അക്രമം നടത്തിയ ആളുകളിൽ എത്ര സിവിലിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ആക്രമണം നടത്തിയ കൂട്ടത്തിൽ എത്ര സിവിലിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ ആദ്യം അങ്ങോട്ട് കേൾക്കൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ പുറത്ത് വന്ന് ഇവിടെ വന്ന് ആക്രമണം നടത്തിയ കൂട്ടത്തിൽ എത്ര സിവിലിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? 3 വയസ്സുള്ള കുട്ടിക്ക് പോലും എത്ര വെടിയുണ്ട കൊണ്ട് ചത്തു എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരിച്ചെന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാൻ സൗകര്യമില്ല തൽക്കാലം. ഓക്കെ, നിങ്ങളുടെ കപടമായ മാനവികതയിൽ എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, കപടമായ മാനവികതയാണ്. യു ആർ ഹിപ്പോക്രൈറ്റ്. നിങ്ങളിവിടെ മാനവികതയെ കുറിച്ച് പറയുകയും എന്നിട്ട് ഇവിടെ നെസസറി സാക്രിഫൈസ് എന്ന് അതിനെ വിളിക്കുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ കാപട്യം. അതാദ്യം പോയി തിരുത്ത്. ഓക്കെ, നമുക്ക് തൽക്കാലം അത് വാങ്ങിക്കാൻ സൗകര്യമില്ല. വി ഡോണ്ട് ബൈ ദാറ്റ്. അത് നിങ്ങളുടെ ഹമാസോളികളെ പോയി പറഞ്ഞു പഠിപ്പിക്കും. ഓക്കെ, നിങ്ങൾ അവിടെ പോയി പഠിപ്പിക്കും. നിങ്ങൾ ഹമാസോളികളെ പോയി പഠിപ്പിക്കും. ഓക്കെ, നെസസറി സാക്രിഫൈസ് എന്ന് വിളിച്ചത് യഹിയ സിൻവറാണ്. നെസസറി സാക്രിഫൈസ് എന്ന് വിളിച്ചത് യഹിയ സിൻവറാണ്. കുട്ടികൾ മരിക്കണം, സ്ത്രീകൾ മരിക്കണം, അവർ കൊല്ലപ്പെടണം എന്ന കൃത്യമായ ഉദ്ദേശം വെച്ച് ഇസ്രായേലിൽ അവിടെ ബോംബ് ഷെൽട്ടർ ഉണ്ട്, ഇസ്രായേലിൽ അവിടെ അയൺ ഡോം ഉണ്ട് എന്ന ആ ധൈര്യത്തിൽ കണ്ണുമൂക്കില്ലാതെ റോക്കറ്റ് വിട്ടുകൊണ്ടിരുന്നത് ഹമാസോളികളാണ് ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിയാതെ ഇവിടെ ഈ പറയുന്ന കുട്ടികൾ 12 പേരെ കൊന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടും കൂടിയില്ല എന്ന് വരുന്നിടത്താണ് നിങ്ങളുടെ കാപട്യം. അത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ ബൈ. ഓക്കെ, ശരി. യെസ്, ഇതാണ് ഈ കാപട്യം കൊണ്ടു നടക്കുന്ന ആളുകളുടെ രീതി. അതായത് അവർക്ക് അവരുടെ ഭാഗത്ത് സംഭവിക്കുന്ന മരണത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഒക്ടോബർ 7 ആരാ തുടങ്ങി വെച്ചത്? ഒരു പ്രകോപനവും ഇല്ലാതെ ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് സിവിലിയൻസിനെ കൊന്നു തള്ളി. നമ്മൾ ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നോവ ഫെസ്റ്റിവൽ സൈറ്റിലേക്ക് എങ്ങനെയാണ് അവർ വന്നത്, എവിടെയായിരുന്നു അവർ ബോംബിട്ടത്, അതിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് പോലും അറിയില്ല. 800 ചില്ലാനെന്നാണ് പറഞ്ഞത്. 1200 ചില്ലാനും ആളുകളെയാണ് അന്ന് അവിടെ വെടിവെച്ചിട്ടത്. നമ്മളെ നിറോസ് എന്ന് പറയുന്ന ആ കിബുട്സിൽ നമ്മൾ പോയി അവിടെ ഉണ്ടായിരുന്ന വിഷയം നമ്മൾ അന്വേഷിച്ചതാണ്. അതിൽ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? അതായത് അവിടെ തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള അഗ്രികൾച്ചർ, അതിൻ്റെ
തൊഴിലാളികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബോംബ് ഷെൽട്ടറിൽ ഒളിച്ചു. ആ ഒളിച്ച സമയത്ത് അതിൻ്റെ ഒരു എക്സോസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ ഓട്ട, അതിൻ്റെ നട്ടിടുന്ന ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു നട്ടിൻ്റെ ഗ്യാപ്പ് മാത്രമേ കാണുള്ളൂ. ആ ഗ്യാപ്പിൽ കൂടെ ഈ ബോംബ് ഷെൽട്ടറിനകത്തേക്ക് അവർ ഒരു ഗ്യാസ് സ്പ്രേ ചെയ്യുന്നു. 15 പേര് ഈ ഷെൽട്ടറിലുണ്ടായിരുന്നു. അവർ പുറത്തേക്ക് വരുമ്പോൾ അവരെ വെടിവെച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹമാസ് തീവ്രവാദികൾ ചെയ്തത്. ഒരു പ്രകോപനമില്ലാതെ സിവിലിയൻസിന് വേണ്ടി. അപ്പോൾ സിവിലിയൻസിനെ കൊല്ലുക എന്ന ഉദ്ദേശം അത് ഇസ്രായേലിനില്ല. 0. ഞാൻ ചാലഞ്ച് ചെയ്യാണ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഇപ്പോൾ വിളിച്ച താത്താക്ക് ഇത് കേൾക്കാനുള്ള ക്ഷമയില്ല. അവർ ഒരു കാപട്യവും കൊണ്ട് നടക്കുകയാണ്. അവരെ പോലുള്ള ആളുകൾ, അവരുടെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾ മരിക്കുന്നതിലുള്ള വിഷമം, അല്ലെങ്കിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കിതിനെ ഇമോഷണലി ഡീൽ ചെയ്യാൻ കഴിയില്ല. ഇതിലെ വിഷയം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യമാണ് ഹമാസ് ചെയ്ത് തുടങ്ങി വെച്ചത്, സിവിലിയൻസിനെ കൊന്നു തള്ളുക എന്നുള്ളത്. നിങ്ങൾ ഇസ്രായേലിൻ്റെ IDF-നെതിരെ ബോംബിട്, അത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജെനുവിനായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യൂ. അതല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന കാട്ടിക്കൂട്ടുന്ന കാര്യത്തോട് കൂടെ നിൽക്കാൻ നമുക്ക് പറ്റില്ല. സിവിലിയൻസിനെ കൊന്നു തള്ളുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, അത് കൊന്നു തള്ളിക്കൊണ്ട് നിങ്ങൾ തുടക്കം വെച്ചതുപോലും ഈ പാലസ്തീനിയൻസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ മാനവികത കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കതിനെ 7 അയലത്തേക്ക് അടുപ്പിക്കാൻ കഴിയില്ല. അത്തരം സാധനങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്ന ഏത് മുന്തിയ താത്തയാണെങ്കിലും ശരി, മൂലയ്ക്ക് ഇരിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താത്താക്ക് കാര്യം പിടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഇവിടെ ഞാൻ പക്ഷം പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് ഇവിടെ ക്ലെയിം ചെയ്തത്, അതായത് സ്വാതന്ത്ര്യ സമരമാണ് എന്നുള്ളത്. സ്വാതന്ത്ര്യ സമരമല്ല എന്ന് ഞാൻ പറയും. അത് നിങ്ങൾക്ക് പക്ഷം പിടിക്കലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല. ഇത് സ്വാതന്ത്ര്യ സമരമല്ല. കാരണം എന്താണ്, 2005 മുതൽ ഗാസ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസാണ്. പിന്നെ നിങ്ങൾ ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? പിന്നെ ഉണ്ടല്ലോ പല പല സാധനങ്ങൾ. എന്താണ്, ഗാസ ഭയങ്കര ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഗാസ ഭയങ്കര സുന്ദരമായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെന്തോ ഒരു വിമോചനം നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളാണെന്നാണ്. അല്ലല്ലോ എന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്, നമ്മളല്ലല്ലോ. അപ്പോൾ നമ്മളത് പറയും. അപ്പോൾ അവിടെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തെറ്റാണ്. പിന്നെ സിവിലിയൻസിനെ കൊന്നു തള്ളുന്നു എന്നുള്ളത് പറയുന്നു. ഇവിടെ സിവിലിയൻസിനെ കൊന്നു തള്ളിക്കൊണ്ട് പ്രശ്നം തുടങ്ങി വെച്ചത് ആരാണ്? ഹമാസാണ്. അതുകൂടാതെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്ത് കൊല്ലണം എന്ന ചിന്ത വന്നതാരാണ്? ആർക്കാണുള്ളത്? അത് ഹമാസിനാണ്. അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് പാലസ്തീനിയൻ സൈഡിലുള്ള ആളുകളെ കൊന്നു തള്ളണം എന്ന ഒരു ഉദ്ദേശം IDF ഇസ്രായേലിനുണ്ട് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനായാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. അതേ എനിക്ക് പറയാനുള്ളൂ. അതില്ല, നിലവിലേതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത്, ഈ പറയുന്ന സ്ഥലങ്ങളിൽ ബോംബിടുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന റോക്കറ്റ് വരുന്ന സ്ഥലം സെൻസ് ചെയ്ത് തിരിച്ച് അങ്ങോട്ട് റോക്കറ്റ് ഇടുമ്പോൾ അവിടെ സിവിലിയൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ബോംബിടാൻ പോവുകയാണ് എന്ന് ഒരു 2-3 മണിക്കൂർ മുന്നേ അറിയിപ്പ് കൊടുത്ത് രക്ഷപ്പെടാനുള്ള വഴിയും കൊടുത്തിട്ടാണ് അവിടെ ബോംബിടുന്നത്. ആ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ ലോകത്തെ ഏത് സൈന്യമാണ് തയ്യാറായിട്ടുള്ളത്? ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഉക്രൈനിൽ റഷ്യ കൊണ്ടുവന്ന് ബോംബിട്ടു. കണ്ണുമൂക്കില്ലാതെയാണ് ആളുകൾ മരിച്ചത്. ഇവിടെ ഏതെങ്കിലും താത്ത കിടന്ന് നിലവിളിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു താത്തയും നിലവിളിക്കില്ല. കാരണം എന്താണ്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മതം തലയ്ക്ക് പിടിച്ചിട്ട്, അവർ തന്നെ പറഞ്ഞു ഞാനൊരു ഷുഗർ കോട്ടഡ് മുസ്ലിമാണെന്ന്. അവരുടെ പ്രശ്നം അത് തന്നെയാണ്. അവർ തന്നെ പറഞ്ഞു 80% മുസ്ലിങ്ങളും തീവ്രവാദികളാണ്. ഞാൻ 10% എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ കൊലാകലാണ്. അപ്പോഴാണ് 80% തീവ്രവാദികളാണെന്ന് പറയുന്നത്. അത് ഇനി നിങ്ങളെ പാടായി. ഏതായാലും ഞാൻ 80% ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 10% തന്നെ തീവ്രവാദികളായിട്ടുള്ളൂ, 15% വരെ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ശേഷമുള്ള ആളുകൾ ഇഗ്നറൻ്റ് ആണ്. അത് മോഡറേറ്റ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം, ഇഗ്നറൻ്റ് ആണ്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഷുഗർ കോട്ട് ചെയ്ത് നടക്കുന്ന കുറേ ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായ ലക്ഷ്യം സിവിലിയൻസിനെ കൊല്ലണമെന്ന ലക്ഷ്യം അത് ഉള്ളത് ഹമാസിനാണ്. അവരെ രക്ഷിക്കണമെന്നുള്ള ചിന്ത അതാർക്കാണ് ഉള്ളത്? അത് ഹമാസിനില്ല. ആ ചിന്ത ഉള്ളത് ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ നോക്കിംഗ് ബോംബ് ഇട്ടുകൊണ്ട് ഇവിടെ ഇടാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്നത്. പിന്നെ ഇസ്രായേൽ ഹോസ്പിറ്റലിൽ ബോംബിട്ടു, മറ്റ് പല സ്ഥലത്തും ബോംബിട്ടു എന്ന് പറഞ്ഞ് വലിയ കൊലാഹലമായിരുന്നു. റഫ, അവിടെ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് കുറേ ഇവിടെ നിലവിളി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോസ്റ്റിനകത്ത് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതിയാണ് ആയുധശേഖരം. ഹമാസ് ആളുകൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ ആയുധശേഖരം വെച്ചു. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് 100 മീറ്റർ മാറിയുള്ള സ്ഥലത്ത് അവിടെ ടാർഗറ്റ് ചെയ്ത് ചെറിയ സൈസുള്ള ബോംബ് ഇട്ടുകൊണ്ട് 2 തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്തിട്ട ബോംബ് അത് പടർന്ന് തൊട്ടപ്പുറത്തുള്ള ആയുധശേഖരത്തിന് തീ പിടിച്ചിട്ടാണ് അവിടെ ബാക്കിയുള്ള ആളുകൾ മരിച്ചത്. അപ്പോൾ ആരാണ് അവിടെ ഈ ആയുധശേഖരം കൊണ്ടുവച്ചത്? അത് ഹമാസ് അല്ലേ? അപ്പോൾ
ഹ്യൂമൻ ഷീൽഡ്സിനെ ഏതൊക്കെ വിധേന ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കുന്ന ആരാണ്? ഹമാസാണ്. ഇവിടെ ഇസ്രായേൽ അതല്ല ചെയ്യുന്നത്. ഇനി യഹിയ സിൻവർ എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചു. ആളത് കേട്ടിട്ടും കൂടിയില്ല. താത്തന്മാരുടെ അവസ്ഥയാണിത്, വിളിപ്പിക്കാൻ വരുന്ന ആളുകളുടെ അവസ്ഥയാണ്. ഇതെന്താ കിട്ടുന്നില്ല വിളിച്ചിട്ട്? അപ്പോൾ അതിൻ്റെ കാരണം എന്താ? നെസസറി സാക്രിഫൈസ് എന്നാണ് യഹിയ സിൻവർ പറഞ്ഞത്. കുട്ടികളൊക്കെ മരിക്കും, ആളുകളൊക്കെ കൊല്ലപ്പെടും, സ്ത്രീകളൊക്കെ മരിക്കും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം. യഹിയ സിൻവറാണ് ഇത് പറഞ്ഞത്. ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞ് തിരിച്ചങ്ങോട്ട് കിട്ടുമ്പോൾ ആളുകൾ കൊല്ലപ്പെടും, അത് അതിൻ്റെ ഭാഗമാണ്. അത് ഒഴിവാക്കാൻ തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷേ യഹിയ സിൻവർ പറഞ്ഞത്, ഹലോ, നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ സംസാരിക്കും കേട്ടോ. പറയൂ. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഈ പരിപാടി ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ലൈവ്. സാറിന്റെ പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, വളരെ സന്തോഷം. അതുപോലെ ഇപ്പൊ ഇസ്രായേലിൽ പോയിട്ട് വന്നുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തില്ലേ, അതും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം പലരും അറിയാത്ത പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നതില് അതും വളരെ ഹെൽപ്ഫുൾ ആണ്. നേരത്തെ വിളിച്ച താത്ത എന്ത് പറയുന്നെന്ന് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലായില്ല. ഇപ്പൊ കുറച്ച് മുമ്പാണ് ഇതിനെ ലൈവ് കണ്ടുകൊണ്ടാണ് ഇപ്പൊ കയറിയത്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു, നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് അവർക്ക് ആ ലെവലിൽ സെൻസിൽ എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ താത്ത പറഞ്ഞതിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത്? ശരിക്കും പറഞ്ഞല്ലേ, ഇതിപ്പോ എല്ലാവരുടെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ. ഞാൻ പലരുടെയും വീഡിയോസ് കാണുന്നതുമാണ്. ഇപ്പോ മെജോറിറ്റി ഇപ്പം പാകിസ്ഥാൻ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരുടെ വീഡിയോസും കാണുന്നതാണ്. കാരണം അവർക്ക് അവിടെ ഉള്ളവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ ഉള്ളവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ലെന്നാണ് ഇപ്പൊ മനസ്സിലാവാത്തൊരു കാര്യം. കാരണം ഇന്ത്യയുടെ സപ്പോർട്ട് ചെയ്തോ, ഇന്ത്യന്ന് മാത്രമല്ല ഇപ്പൊ ഈ യുദ്ധത്തിനെ തന്നെ അനുകൂലിച്ച്, അതായത് ഈ ഹമാസിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പല ആളുകളും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കണ്ടല്ലോ. ഞാൻ അവിടെ പോയപ്പോ ഹമാസിന്റെ ഗാസയിൽ ജീവിക്കുകയും ഭാര്യ ഗാസയിലും ഭർത്താവ് വെസ്റ്റ് ബാങ്കിലും, അങ്ങനെയുള്ള ആൾ ഇന്ന് ജീവിക്കുന്നത് ഇസ്രായേലിലാണ്. അവരുടെ കൂടെയായിരുന്നു എൻ്റെ ഒരു ലഞ്ച്. അവരുമായിട്ട് ഞാൻ ഈ പറയുന്ന വിഷയം ചോദിക്കുമ്പോൾ അവർ കരയാണ്. കാരണം എന്താണ്? ഒരാവശ്യമില്ല മോനെ, എൻ്റെ കുടുംബം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എന്തിനാണ് അവർ ഈ ഒക്ടോബർ 7 ഈ പണി ഒപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലായി എന്നവർ പറഞ്ഞു. എൻ്റെ മുഖത്തോക്കി പറഞ്ഞ കാര്യമാണ്. പക്ഷെ നമുക്കിത് പുറത്ത് പറയാൻ കഴിയില്ല. കാരണം അവരുടെ മറ്റു ബന്ധുക്കൾ വെസ്റ്റ് ബാങ്കിലുള്ളവരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട്. ഇവരുടെ മക്കൾ ഇസ്രായേലിലാണ് പഠിക്കുന്നത്. അവരുടെ മക്കൾ പല ആളുകളും പുറത്ത് നല്ല ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ തരം ആളുകൾ, ഇത്തരം താത്തമാരായാലും അവിടെയുള്ള കാക്കമാരായാലും ഹമാസോളികൾ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന ആരുടെ ജീവനാ? ഇതെന്താ ഇവർക്ക് മനസ്സിലാവാത്തതാണ് നമ്മൾ ആലോചിച്ചത്. അതെ, അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇനി ശരിയേത് തെറ്റേതെന്ന് അറിയാമെങ്കിൽ കൂടി പുറത്തേക്ക് പറയാനുള്ള ആ ഒരു എന്താ പറയാ ധൈര്യം, ആ ഇത് വരുന്നില്ല. കാരണം അവരുടെ മെജോറിറ്റി ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ പോലും അവർക്കറിയാം ശരിയേത് തെറ്റേതെന്ന്. പക്ഷെ അവർക്ക് മൂടി ഇരിക്കാനേ അവരെ കൊണ്ട് നിവർത്തിയുള്ളൂ. അല്ല, ഇതിലിപ്പോൾ വിഷയം ആ സ്ത്രീ ആയതുകൊണ്ട് പേരിലല്ല. അവർക്കിപ്പോൾ സ്ത്രീ ആണെങ്കിൽ അവർക്ക് വിളിക്കാനും ആ ആർജവത്തോടെ സംസാരിക്കാനൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അതിലാണുള്ള പ്രശ്നം. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം, അത് വേറെ വിഷയമാണ്. ഇവിടെ വിഷയം ഈ പറയുന്നതിലെ കാര്യമാണ്. അപ്പോൾ നമ്മളുടെ താത്ത സംസാരിക്കുമ്പോൾ ആ പറയുന്നതിലെ യാഥാർത്ഥ്യ ബോധമില്ലായ്മ, അതായത് നമ്മൾ ഇസ്രായേലിലെ വിഷയം പറഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? അത് പറയാൻ പാടില്ല എന്നെന്താ ഇവിടെ നിയമം വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ എല്ലാം തുടങ്ങി വെച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും തിരിച്ചു കിട്ടുമ്പോ പിന്നെ ഇരവാദവും പിന്നെ എന്താ പറയാ ഞങ്ങളെ എന്തൊക്കെയാ സംഭവം. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം, ഇസ്രായേലിൽ ഈ അയൺ ഡോമും അതുപോലെ തന്നെ ഈ ബോംബ് ഷെൽട്ടറും സംവിധാനവും ഒന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ഹമാസ് തൊടുത്തുവിടുന്ന ഈ റോക്കറ്റുകൾ കൊണ്ട് ഇസ്രായേൽ ഉണ്ടാകാൻ പോകുന്ന ആൾ നഷ്ടം എത്ര വലുതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതെന്താ ഇവർക്ക് ആലോചിക്കാൻ പറ്റാത്ത? അപ്പൊ സിവിലിയൻസിനെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം ആർക്കും ഉള്ളത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. സ്വന്തം സിവിലിയൻസ്, മറ്റുള്ള സിവിലിയൻസ് പോട്ടെ. അപ്പോ ഇവിടെ ഹമാസിന് സ്വന്തം സിവിലിയൻസിനെ രക്ഷിക്കാനുള്ള ഉദ്ദേശമില്ല, മറ്റൊരു രാജ്യത്തെ സിവിലിയൻസിനെയും രക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ കരുതാനോ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പറഞ്ഞു അതെ, പിന്നെ പറഞ്ഞു ഇവിടെ കുട്ടികൾ 2 വയസ്സ് 3 വയസ്സിൻ്റെ കഥയൊക്കെ. നിറോസ് എന്ന് പറയുന്ന ആ കിബുട്സിൽ ഈ ഹമാസ് തീവ്രവാദികൾ വന്ന് അവരവിടെ കൊള്ളയടിച്ച് അവരവിടുന്ന് എല്ലാം തുറന്ന് ആളുകളെയൊക്കെ കൊന്നു പോയതിന് ശേഷം അവിടെയുള്ള വീടുകൾ കൊള്ളയടിക്കാൻ വന്നത് സ്ത്രീകളും കുട്ടികളും കൂടിയിട്ടാണ്.
അതെ അതെ ഓക്കെ, സിവിലിയൻസ് എന്നാണ് അവർ അതിനെ വിളിക്കാറ്. ആ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 വയസ്സുള്ള 3 വയസ്സും 10 വയസ്സൊക്കെ ഉണ്ട്. അതിൽ പലരുടെയും കയ്യിൽ തോക്കുണ്ടായിരുന്നു. അതെ അപ്പോൾ അവരെന്തെന്നാ വിളിക്കുക? അതാണ് ഞാൻ ചോദിക്കണേ. അതെ ഇപ്പൊ ഇവിടെ ഇപ്പൊ പക്ഷെ അവിടെ പറഞ്ഞ അന്ന് പേര് ഓർക്കുന്നില്ല. ആ ഒരു സ്ത്രീ പറഞ്ഞായിരുന്നു സാറിനോട് സംസാരിച്ച, ഒരുപാട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത് ഗാസയില് ഒരുപാട് നല്ല മനുഷ്യരുള്ളതാണ്. അവര് ആ ജോലിക്ക് വേണ്ടി അവരെ ആശ്രയിക്കുന്ന, കാരണം ഒരു ദിവസം അവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം അവിടെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവം നടക്കുന്നത് വരെ അവരുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്, ഒരു പ്രശ്നമില്ലാതെ. ഈ ഒരു സംഭവം നടന്ന വഴി അവിടുത്തെ സാധാരണക്കാർക്കാണ് ഏറ്റവും വലിയൊരു അടി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ അത് ഇവിടെയുള്ള എന്തുകൊണ്ട് ഇവിടെയുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്നാണ്. ഈ കിബുട്സിൽ ജോലി ചെയ്തിരുന്ന ഗാസയിൽ നിന്നുള്ള സ്ത്രീകളാണ് ഇവിടെ സ്കെച്ച് ഇട്ട് കൊടുത്തത്. അതെ അതെ അതേപോലെ അവിടെ ജോലിക്ക് വന്നിട്ടുള്ള മറ്റാളുകളും. അപ്പോ സ്ത്രീകൾക്കും തീവ്രവാദികളാകാം. പിന്നെ അതുപോലെ ഇസ്രായേലിനാണെങ്കിൽ ഇപ്പൊ അവരെ പൗരന്മാരെ അവരൊക്കെ എന്തായാലും സംരക്ഷിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് കൂടി അവര് അവിടെയുള്ള സാധാരണക്കാരെയും കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് അവര് നടത്തിയിട്ടുള്ളത്. കേട്ടർ വെച്ച് നമുക്ക് എല്ലാം മനസ്സിലാക്കിയതില്. കാരണം മറ്റേത് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. കാരണം അവിടെ ആര് മരിച്ചാലും അവർക്കൊരു വിഷയമല്ല. കാരണം അവർക്ക് ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയെ നോക്കുന്നുള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ലല്ലോ ചെയ്തത്. അവരൊരുപാട് പിന്നെ ഇവരെല്ലാവരെയും മുൻനിർത്തി നിൽക്കുമ്പോ പിന്നെ ഏറെ എന്തായാലും അവര് ഡയറക്റ്റ് പോയുള്ള ഒരു അറ്റാക്കും അല്ലല്ലോ. ഈ റോക്കറ്റ് പോയി വീഴുന്ന പിന്നെ അറിയില്ലല്ലോ അവിടെ ആരൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും ഒരു മാക്സിമം ഒരു പറ്റാവുന്ന രീതിയിൽ അവര് മറ്റു രാജ്യക്കാരെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടായേനെ. അതെ, എന്തായാലും വിളിച്ചാലും സന്തോഷം. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടെങ്കിലും നമ്മളുടെ താത്താക്ക് ഒരുപാട് പേര് മാറ്റം സാറിന്റെ മാത്രമല്ല പലരുടെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നമ്മളിപ്പോ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് ഇപ്പൊ മാറി വരുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഇച്ചിരി ഇത് എന്താ പറയാ, ഇപ്പോഴും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. കാരണം അവര് എന്താ പറയാ, പാലസ്തീൻ അവരുടെ അവകാശമാണ്, സ്വതന്ത്ര രാജ്യമാണ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ്. അതെ അതെ. അല്ല ഇപ്പൊ ഇതില് ഞാൻ പറയുന്നത് കുട്ടികള്, സ്ത്രീകള് ഇവരൊക്കെ കൊല്ലപ്പെടുമ്പോ നമുക്കും വിഷമം തന്നെയാണ്. പക്ഷെ അത് ഇരുവശത്തും വിഷമം വേണം. അതെ അതെ അതെ, ഇരുവശവും നോക്കണം. അതെ. അപ്പോൾ ഇതിൽ കൊല്ലപ്പെടുന്നത് മാത്രമല്ലല്ലോ, കൊല്ലിക്കുന്നതും കൂടി ഉണ്ടല്ലോ. അത് ഇവർ കാണാതെ പോകുന്നു. അതാണ് ഇതിലെ വിഷയം. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അത് മുഴുവൻ കൊല്ലുന്നതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ഈ ഒരു വികാര വിക്ഷോഭം ഉണ്ടാവുന്നത്. ഇപ്പൊ ഓപ്പോസിറ്റ് ഇസ്രയേൽ വന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും മുറവിളികൾ ഇവിടെ നടന്നത്. ഇവിടെ എന്തിനാ പറയുന്നത്, പാകിസ്ഥാൻ അകത്ത് തന്നെ അവര് തമ്മിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്, സിറിയയില് നടക്കുന്നത്. ഇതിലൊന്നും ഒരു പരാതിയും ഇല്ല ആർക്കും. ഒരു പ്ലക്കാർഡ്സ് പൊക്കാനോ ഒന്നിനും ഒരു വിഷയമില്ല. പക്ഷെ ഓപ്പോസിറ്റ് ഇപ്പൊ ഇസ്രായേൽ ആയത്, ഇപ്പൊ ഇസ്രായേൽ മാത്രമല്ല, ഇപ്പൊ മേ ബി വേറെ വല്ല രാജ്യക്കാരാണെങ്കിൽ കൂടി. പക്ഷെ ഇവർക്ക് അകത്തുള്ള ഇതൊന്നും അവര് ചിന്തിക്കുന്നില്ല ഇവിടെ നടക്കുന്നതിനെ കുറിച്ച്. അതാ പറഞ്ഞ ഇപ്പൊ ഗാസയില് സിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ 2-3 ഹോസ്പിറ്റലുകളിൽ ബോംബിട്ടു എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടായിരുന്നു. 50 പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഇവർ വിട്ട റോക്കറ്റ് തിരിഞ്ഞു വന്ന് വീണിട്ടാണ് അത് പൊട്ടിയത്. അതിനകത്ത് ആയുധപ്പുറയ്ക്ക് തീ പിടിച്ചിട്ട്. അപ്പോൾ എന്നിട്ടത് ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതില് തമാശയുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അൽ ജസീറ ഇത് കൊടുക്കുന്നു, വാർത്ത കൊടുത്ത് അത് വലിയ സംഭവമാക്കി മാറ്റി. അങ്ങനെ അവസാനം ഇവർ തന്നെ തിരുത്തുകയാണ്. ഇത് ഓഡിയോ റെക്കോർഡിങ് നമുക്ക് കിട്ടുകയാണ്, അത് വിടല്ലേ, അത് നമ്മുടെ തന്നെയാണ് എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഓഡിയോ പുറത്തു വരികയും എന്നിട്ട് അത് പിന്നീട് അവർ ആ വാർത്ത മുക്കുന്ന കാഴ്ച വരെ ഇവിടെ ഉണ്ടായി. ഇതൊന്നും നമ്മളുടെ താത്തമാർക്കോ കാക്കമാർക്കോ അറിയണ്ട. അതാണ് നമ്മുടെ പ്രശ്നം. അതെ, പിന്നെ ഇവിടെ നമ്മൾ മാധ്യമങ്ങൾ ഒന്നും പുറത്ത് വിടുന്നതും ഇല്ല. ശരിക്കും സംഭവം അവർക്ക് അറിയാമെങ്കിൽ കൂടി അവര് കാരണം ഒന്ന് ഗ്ലാമർ ചെയ്യാൻ വേണ്ടി നോക്കത്തേ ഉള്ളൂ. ഒരിക്കലും അവര് ശരിക്കുള്ള സംഭവം എന്താണ് ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് നടക്കുന്നത് ഇവിടെ. അതുകൂടാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഉക്രൈനിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മാസങ്ങൾ മുന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ റഷ്യ ബോംബിട്ടത്. ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ അതിനെ കുറിച്ച്? ഇല്ല, അതാ അറിയില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. മനസ്സിലായി. അതുപോലെ ഇപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് ഇവിടെ യാതൊരു പ്രശ്നമില്ലേ എന്നാർക്കോ. അന്നൊന്നും അവിടെ കുട്ടികൾ മരിച്ചെന്നോ സ്ത്രീകൾ മരിച്ചെന്നോ ഒരു ഇതും കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു കമന്റ് വന്നിരിക്കുകയാണ്. ആദ്യം ഇസ്രായേൽ ബോംബിട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 500 ആളുകൾ മരിച്ചു എന്നാണ് പറഞ്ഞത്. അത് ഹമാസിന്റെ തന്നെയാണെന്ന് വന്നപ്പോൾ അത് 150 കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ കിട്ടിയ വാർത്ത. അങ്ങനെ ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ കണ്ടതിൽ ഇപ്പൊ നമുക്ക് കേരളത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം അതായത് ഇപ്പം ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുന്നത്. എല്ലാവരെയും പറയുന്നതല്ല,
ഒരുവിധപ്പെട്ട. അതെ, എന്തായാലും ആട്ടെ, എല്ലാവരും വിളിച്ചാലും സന്തോഷം. അപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ താത്താക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് സമാധാനമായിട്ട് കേൾക്കാനുള്ള അവസരം മനസ്സിലാക്കിയ വളരെ വളരെ കാരണം വളരെ ഇതായിരിക്കും. കാരണം എല്ലാം മനസ്സിലാക്കണം, എല്ലാ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുന്നോട്ട് എന്ത് സംസാരിക്കണമെന്നോ എന്ത് പ്രവർത്തിക്കണമെന്നോ ഒക്കെ ചിന്തിക്കാൻ എല്ലാവരും. ഞാൻ ആലോചിക്കുന്നത് നമ്മളുടെ ഈ പറയുന്ന വിഷയത്തെ നേരിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്, അവരെയും കൂടി ഒരു ദിവസം നമ്മൾ പരിപാടിയിൽ കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് നേരിട്ട് അവരോട് സംസാരിക്കാം. എന്നാലേ കാര്യങ്ങൾ കുറച്ചുകൂടി ഞാൻ പറ്റുമെങ്കിൽ ഒരു ഗാസക്കാരനെ തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നാലേ ഇപ്പോൾ കാര്യം നടക്കും. അല്ലാതെ വഴിയില്ല. ഒരു വരവും കൂടി അല്ല, ഒരു പോക്കും കൂടി പോകേണ്ടി വരുന്ന തോന്നുന്നത് ഗാസയിലേക്ക്. അതായത് സാറിന് എല്ലാ മിക്ക വീഡിയോസ് നമ്മൾ പരമാവധി പറ്റുന്നതെല്ലാം കാണാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ എനിക്ക് വേണമെങ്കിൽ ഗാസയിൽ പോകാമായിരുന്നു, പക്ഷെ നമ്മളുടെ വിസയിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത് വേറൊരു ഇതിൽ പോയതുകൊണ്ട്. പക്ഷെ അടുത്ത തവണ നമുക്ക് പെർമിഷൻ എടുത്ത് പോവാം, അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് നേരിട്ട് ഇപ്പൊ മറ്റുള്ളവരെ കേട്ടറിയതിനെക്കാട്ടി കൂടുതൽ നമ്മൾ കണ്ടറിയുമ്പോഴായിരിക്കും സത്യാവസ്ഥ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അടുത്ത യാത്ര നമ്മൾ ഗാസയിലേക്കാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്, മുസാബ് ഹസനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഉടൻ വരും, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറയൂ. ഹലോ, ആരാ പേര്? പറയൂ. നമസ്കാരം. ഫൈനലി ആരിഫ്. പറയൂ പേര്. ഞാൻ കുറെ നേരെ കണക്ട് ചെയ്യാൻ നോക്കുന്നു. ഫൈനലി ഗോട്ട് ത്രൂ. യെസ്, വെൽക്കം. എന്റെ പേര് ദിലീപ് എന്നാണ്. ദിലീപ്. അതെ, ഞാൻ ഒരു തൃശ്ശൂർക്കാരനാണ്, പക്ഷെ ഐ എം സ്റ്റേയിങ് ഇൻ കൊച്ചിൻ. ഓക്കെ. ഞാൻ വളർന്നതൊക്കെ എന്തോ സയനിസ്റ്റ് ആണോ? ഇൻ എ വേ യു ക്യാൻ സേ ഐ ആം. അപ്പോ ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതൊക്കെ ഗൾഫിലാണ്. അപ്പൊ എനിക്ക് കുറെ അറബ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, കുറെ ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അവരൊക്കെ ആയിട്ട് ജീവിച്ചു വളർന്നു വന്നപ്പോ. കുറെ പേര് നല്ല ആൾക്കാരുണ്ട്, അവരൊക്കെ വളരെ സ്നേഹമുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ, അത് അതിന്റെ സിറ്റുവേഷൻ ഇമ്മീഡിയറ്റ്ലി മാറും. എന്നെ അവർ പല പ്രാവശ്യം മാറ്റാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. മതം മാറ്റാൻ നോക്കി. അവര് നമ്മളോട് നിങ്ങൾ എന്താണ് പൂജിക്കുന്നത്, യുവർ ഐഡൽ വർഷിപ്പർ, അതൊരു കല്ലല്ലേ. നിങ്ങൾ കേരള സ്റ്റോറി മൂവി കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഈ ഒരു സീൻ വന്നപ്പോ ആളുകൾ പറയും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കണത് കേട്ടിരുന്നു. അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നിങ്ങളുടെ അനുഭവം വെച്ച്? അത് നിങ്ങൾ അവരായിട്ട് ഇടപഴകാത്ത കാരണമുണ്ട്. നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ചുറ്റിനുണ്ടായിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അവരെ മതം മാറ്റാൻ നോക്കിയിട്ടുള്ളതാണ്. ഒരുത്തൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, ഇന്ന് അറ്റം കൊണ്ട് ജീവിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവന്റെ അറ്റം പോലെ കഷ്ടിച്ചിട്ട് ജസ്റ്റ് എസ്കേപ്ഡ്. ആരിഫ് ഭായ്, ഇതില് ഒരു കാര്യം പറയാം. മലയാളികൾക്ക്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് പിന്നെയും നമ്മൾ അമ്പലങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ രീതികളും ആചാരങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ളത് കൊണ്ട് അവർക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തലയിൽ കയറും. പക്ഷെ അവിടെയുള്ള അറബികളുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അവര് ജനിച്ചൊന്നുമില്ല, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല, അവർക്ക് അറിയാൻ താല്പര്യമില്ല. എന്നുവെച്ചാൽ എല്ലാ അറബികളല്ല, ഈ പ്രത്യേകിച്ചും ഈ പലസ്തീനി വിഭാഗം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് വിളിക്കാൻ കാരണവും അതാണ്, എന്റെ ഒരു അനുഭവം പറയാനും കൂടെയാണ്. ഞങ്ങള് ഗൾഫ് വാറിൽ നാട്ടിലേക്ക് വന്ന ആൾക്കാരാണ്, വൺ ഓഫ് ദി ഫാമിലീസ് ആ സമയത്ത് വന്നത്. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന പല നല്ല നല്ല സ്ഥാപനങ്ങള്, നല്ല സൂപ്പർ മാർക്കറ്റുകളും, അങ്ങനെ പല സ്ഥാപനങ്ങളും ഈ ഇറാഖി സോൾജേഴ്സ് വന്നപ്പോ, ഇപ്പൊ ആരിഫ് പറഞ്ഞില്ലേ ഇവിടെ പലസ്തീനികൾ 6 വയസ്സ് 12 വയസ്സായ പിള്ളേരെ കയ്യിൽ തോക്ക് കൊടുത്തു വിട്ടു. ഈ ഇറാഖി സോൾജേഴ്സ് അന്ന് കയറി വന്നിട്ട് മിക്കതും 14 വയസ്സ് 15 വയസ്സ് ചെറിയ കുട്ടികളുടെ കയ്യിലടക്കം തോക്ക് കൊടുത്തിട്ടുണ്ട്. ഇറാഖി പട്ടാളം കുവൈറ്റിലേക്ക് കയറി വന്നു. അത് കാണുന്ന ഇത് ഗൾഫിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളികളായ ആൾക്കാർക്ക് ആ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഇത് നേരിട്ട് അനുഭവമുള്ള ആൾക്കാരാണ്. വീട്ടിലൊക്കെ കയറിയെന്ന് അവർക്ക് തിന്നാനും ഭക്ഷണം പോലും കിട്ടാണ്ടായിട്ട് ഓരോ വീടുകളിലൊന്ന് കൊട്ടി വിളിച്ച് അവര് നിവിയ ക്രീമും ജോൺസൺ ബേബി ഷാമ്പും തിന്നേണ്ട സാധനം എന്ന് വെച്ചിട്ട് ആദ്യം എടുത്ത് നക്കി നോക്കും. ഈ പിള്ളേർ വന്നിട്ട് അവർക്ക് ഭക്ഷണം കൂടെ കൊടുത്തിട്ടില്ല, അവിടുന്ന് എങ്ങനെയോ പറഞ്ഞു വിട്ട് കുവൈറ്റിൽ പിന്നെ ആർക്കും വേണമെങ്കിൽ കയറി വരായിരുന്നു. അങ്ങനത്തെ ഒരു സമയമായിരുന്നു. ഇനി അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞു വന്നത് ഒരു പലസ്തീനി അനുഭവമാണ്. അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാഖി പട്ടാളം നടന്ന് ലൂട്ട് ചെയ്യായിരുന്നു, മൊത്തം നടന്ന് ലൂട്ട് ചെയ്യായിരുന്നു. അത് ഓരോ ഷോറൂമുകളിൽ കയറി
വണ്ടികൾ പുതിയതെടുക്കും, ഓടിക്കും, ഡെസേർട്ടിൽ കൊണ്ട് നടക്കൊണ്ടിടും, അടുത്ത തിരിച്ചു വന്ന് വീണ്ടും അടുത്തടുത്ത് ഓടിക്കും. ഇങ്ങനെ നശിപ്പിച്ച് നാരണക്കല്ലാക്കിയ നാട്. ആ ഇറാഖി പട്ടാളത്തിന്റെ കൂടെ അന്ന് എല്ലാവരും എങ്ങനെയും നാട് വിട്ട് നാട്ടിലേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ നിന്ന ഒരേ ഒരു വിഭാഗമാണ് പലസ്തീനികൾ. കുവൈറ്റിലുണ്ടായിരുന്ന സകല പലസ്തീനികളും ഈ ഇറാഖി പട്ടാളത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ നിന്ന് നടന്ന് തീ വെച്ച ആൾക്കാരാണ്. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് കുവൈറ്റ് ഭരണം വന്നപ്പോ കുവൈറ്റ് ഭരണാധികാരികൾ ആദ്യം ചെയ്തത് ഈ പലസ്തീനികൾക്ക് പുറത്താക്കാനാണ്. ഫസ്റ്റ് ചെയ്തതാണ്. ഇന്നും കുവൈറ്റുകൾക്ക് പലസ്തീനികളെ കണ്ണിനേരെ കണ്ടുകൂടാ. ഈ സത്യമൊന്നും ആരും പറയുന്നില്ല. ഇന്നാള് ഞാനൊരു ലൈവില് ഒരാള് കുവൈറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്ത് വെല്ലുവിളിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ലിയാഖത്തിന്റെ അടുത്തായിരുന്നു, താങ്കളുടെ അടുത്തല്ല. കുവൈറ്റിൽ അങ്ങനെയാണ്, കുവൈറ്റില് ക്രിസ്ത്യൻ പുരോഹിതനായി മതം മാറിയിട്ടുണ്ട്, അവിടെ ഒന്നും ആർക്കും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അതൊക്കെ ഒരു ഹാഫ് ബേക്ഡ് സ്റ്റോറീസ് എന്ന് പറയാം. അല്ലാണ്ട് അതിലൊന്നും സത്യാവസ്ഥ ഒന്നുമില്ല. അത് ടോളറൻസ് ഒക്കെ ഉണ്ട് കുറെയൊക്കെ, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ പറയുന്ന രീതിയിലല്ല കാര്യങ്ങൾ. അപ്പൊ ഇത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പലസ്തീനികളുടെ പൊതുവെ എന്തുകൊണ്ട് ഇത്ര അധികം ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഒരെണ്ണത്തിന് അടുപ്പിക്കാത്ത എന്തുകൊണ്ടാ? അതിപ്പോ നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ കുറച്ചുപേർ അവരെടുക്കുക എന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല എന്നാണ് അവർ പറയുന്നത്. എടുക്കാൻ പറ്റും. അവർക്ക് പലസ്തീനികൾ അറിയുന്ന മാതിരി ഈ ലോകത്ത് ഒരാൾക്കും അറിയില്ലെന്ന്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു വെറുതെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നല്ലാണ്ട് അവർക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇവർക്ക് ആർക്കും ഇല്ല. ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ പറയുന്നത് പലസ്തീനികളുടെ സ്വഭാവ ദൂഷ്യം ഇതൊന്നും അല്ല കേട്ടോ എൻ്റെ വിഷയം. അത് ഞാൻ പറയണല്ലോ. ഓക്കെ, ഇതിപ്പോൾ ഒരു കാലങ്ങളായിട്ട് അവരുടെ ജീവൻ വെച്ച് ഇതുപോലെ വില പേശി ഇതുപോലെ പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു ഭരണകൂടം, അവർ സദ്ഭരണം എന്ത് എന്നുള്ളത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ പലസ്തീനിയൻ അതോറിറ്റി ഉണ്ടായിരുന്ന സമയത്ത് ആണെങ്കിലും, ഇപ്പോൾ നമ്മളുടെ യാസർ അറാഫത്ത് ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും പുള്ളി എന്തായിരുന്നു കഥ? പുള്ളി ഈ ഹമാസിനേക്കാൾ തീവ്രമായിരുന്നില്ലേ ഒരു ഘട്ടത്തിൽ? പിന്നെ എപ്പോഴാണ് അയാൾ നന്നായത്? കുറേ കഴിഞ്ഞപ്പോഴാണ് അയാൾ നന്നായത്. ആ നന്നായപ്പോൾ എന്താ ഉണ്ടായത്? നന്നായപ്പോൾ പുള്ളിക്ക് തീവ്രത പോരാന്ന് പറഞ്ഞുണ്ടായ സംഘടനയാണ് ഈ ഹമാസ്. അപ്പോൾ ഇതിലെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനികളെ എപ്പോഴും നയിക്കുന്നത് ആരാണ്? ഇത്തരം തെമ്മാടികളാണ്, തീവ്ര സ്വഭാവമുള്ള ആളുകളാണ്, തീവ്രവാദികളാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ നടത്തുന്ന ഇപ്പോൾ ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതിൽ കാണുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ മുഖം മറിച്ചിട്ടാണ് വരുന്നത്, തോക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത്, സ്വാതന്ത്ര്യ സമരത്തിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് എന്നല്ലേ നിങ്ങൾ പറയണത്? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം നമ്മൾ കാണാത്ത ആളുകളല്ലല്ലോ. നമ്മൾ താന്തിയ തോപ്പി അല്ലെങ്കിൽ ഭഗത് സിംഗ്, അതല്ലെങ്കിൽ ഗാന്ധിജി, അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ബാലഗംഗാധര തിലക്, അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ മുഖം ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പലസ്തീൻ, ഒരു ഗാസക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ ഒരു 10 സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർക്ക് എണ്ണാൻ പറ്റുമോ? എല്ലാം മുഖം മറിച്ചല്ലേ നടക്കണേ? അവർക്കൊരു ഹിസ്റ്ററി ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നേതാവ് ബിഫോർ 1940s ഒരു പ്രോപ്പർ. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ കോസ് സംബന്ധിച്ച് അവർക്ക് തന്നെ സംശയമുണ്ട്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ല, അവരൊരു നിലയ്ക്ക് ആരിഫായി പറഞ്ഞത് കുറെ കാര്യങ്ങൾ, ചെറിയ പോയിന്റുകൾ ശരിയാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അവരെന്ന് പറഞ്ഞ ഒരു ജിയോ പൊളിറ്റിക്കൽ വിക്ടിമാണ്. അതായത് ഇതിനൊക്കെ തുടങ്ങി വിട്ടത് അന്ന് ഈ ജൂതന്മാർ ഇസ്രായേലികൾ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടാക്കുന്നതിനെതിരായിരുന്നു ഒരു അറബ് രാജ്യങ്ങൾ മുഴുവനും. അതിന്റെ മുകളിൽ ഇവരെ വെച്ചുകൊണ്ട് അവിടെ കളിച്ചു. അവര് വിക്ടിംസായി, ഇസ്രായേൽ ജയിച്ചു, മറ്റവരൊക്കെ കീഴടങ്ങി. പക്ഷെ ഇവര് പിന്നെയും അതിന്റെ ഇടയിൽ നിന്ന് കളിച്ച് ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും സിമ്പതിയും പാവം പറഞ്ഞ് കാശ് കൊടുത്ത് അവർ തീറ്റിച്ചു. ഇവർക്കൊക്കെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള നിലകളൊക്കെ ഉണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളൊക്കെ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവമാണെങ്കിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. ലെബനീസ് പാസ്പോർട്ട് വെച്ച് വന്ന ഒരുപാട് പലസ്തീനികളുണ്ട് അവിടെ. ഈജിപ്ഷ്യൻ പാസ്പോർട്ട് വെച്ച് വന്ന പലസ്തീനികളുണ്ട്. അവരൊക്കെ റഫീലീസ് ആയിട്ട് വന്നവര്. അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട്. എന്നാലും അവരുള്ളിൽ അവർക്ക് ഈ ഒരു എൻടൈറ്റിൽമെന്റ് അവർക്കുണ്ട്. അതായത് ഞങ്ങൾ വിക്ടിംസ് ആണ്, അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് സഹായിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം കിട്ടണം, ഞങ്ങൾ എന്ത് തെണ്ടിത്തരം തോന്നിയ ദിവസം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും സഹിച്ചു വരണം. കാരണം എന്താണ്? വി ആർ വിക്ടിംസ്. ഈ എൻടൈറ്റിൽമെന്റ് അവർക്ക് ഉണ്ട്. അത് വളം വെച്ച് കൊടുക്കാൻ കുറെ അറബികളുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് അവരിങ്ങനെ ആക്കി തീർത്തതും
ഈ അറബ് സമൂഹം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പലസ്തീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പലസ്തീനി എന്ന് പറഞ്ഞൊരു പലസ്തീനി ഒരു വിഭാഗം ഇല്ല. ദേ ആർ ജസ്റ്റ് അറബ്സ്. ആ ഭാഗത്തുണ്ടായിരുന്ന അറബ്സ് ആണ് അവര്. പലസ്തീൻ എന്നുള്ളൊരു വാക്ക് എവിടെന്നോ അങ്ങോട്ട് ബ്രിട്ടീഷുകാർ അങ്ങോട്ട് കോയിൻ ചെയ്തെടുത്തതാ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ ഭരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഭരിക്കുന്ന ആൾക്കാർ ഓരോ ട്രൈബ്സ് ആണ്, ഓരോ ട്രൈബൽ വിഭാഗമാണ്. ആ പേരാണ് അവർക്ക്. ഇപ്പൊ അൽ നഹിയാൻ, അൽ കാസിമി, അതൊക്കെ പറയുന്നത് ഓരോ ട്രൈബിന്റെ പേരാണ്. അവരാണ് രാജകുടുംബമായിട്ട് ഇപ്പൊ ഭരിക്കുന്നത് അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ പേരുകളും അങ്ങനെ കുറെ ട്രൈബൽ ഉണ്ടായിരുന്നു, കുറെ ഡ്രൂസ് ഉണ്ടായിരുന്നു, കുറെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, കുറെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ വിഭാഗം ജൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള മാതിരി തന്നെ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടെ. അതിൽ ഇവർക്ക് മാത്രം പ്രത്യേകിച്ചൊരു ഇപ്പൊ നമ്മുടെ ഖാലിസ്ഥാനി മൂവ്മെന്റ് മാതിരിയാ. ഇവരങ്ങോട്ട് സെപ്പറേറ്റ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് ഇവർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യം വേണം എന്നുള്ള വാശി പിടിക്കണം. അതിന്റെ മുകളിൽ തുടങ്ങി വെച്ച പ്രശ്നങ്ങൾ അത് ഊതി വീർപ്പിച്ച് ഇപ്പൊ ഈ അവസ്ഥ വരെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി എവിടെ ചെന്ന് എത്തുന്നുള്ളത് ഇത് ഇപ്പോഴൊന്നും തീരുന്ന എനിക്കും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ള തലമുറകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രെയിൻ വാഷ്ഡ് ആണ്. പണ്ടത്തെ തലമുറ പിന്നെയും യാസർ അറഫാത്തിന്റെ തലമുറ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെയും യാഥാർത്ഥ്യങ്ങൾ അവർക്ക് അറിയായിരുന്നു. അതായത് അവര് ജൂതന്മാരായിട്ടും ക്രിസ്ത്യാനികളായിട്ടും ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് അവരൊക്കെ. അതവർക്ക് ആ ചരിത്രം അറിയാം. ഇന്നത്തെ ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും വളർന്നു വന്ന കുട്ടികൾക്ക് ആർക്കും അതറിയില്ല. ആ ചരിത്രം അറിയാണ്ട് വളർന്നു വരുന്നുണ്ട്. ദേ ആർ ബിക്കമിങ് മോർ എക്സ്ട്രീം, റാഡിക്കലൈസ്ഡ്. പക്ഷെ അതിലും വ്യത്യാസം വരും. കാരണം ഇപ്പോൾ UN കിട്ടിയിട്ടുള്ള പണി, ട്രംപ് കൊടുത്ത പണി, അതുപോലെ UNRWA എന്ന് പറയുന്ന സംഗതിയെ ഓൾമോസ്റ്റ് ഡീഫണ്ട് ചെയ്യാനുള്ള വഴികളാണ് നടക്കുന്നത്. പിന്നെ അവരുടെ കുറെ കള്ളങ്ങൾ പുറത്തു അല്ല, ആ ബിഗിനിങ് ആവശ്യമാണ്. അവരെ ഈ UNRWAയുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ്. അവരുടെ പുസ്തകത്തിൽ വരെ ഉള്ളത് തീവ്രവാദവും അതുപോലെ തോക്ക് പിടിച്ച ആളുകളുടെ എണ്ണം പഠിപ്പിക്കലും ഷഹീദ് ആവുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുക, ജിഹാദിനെ കുറിച്ച് പഠിപ്പിക്കുക, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റം വരും. അവരുടെ ഇടയിലും സ്കൂൾ കിതാബുകൾ മുതൽ അവിടെ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അബ്രഹാം അക്കോർഡ്സ് വഴി വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. അറബ് ലോകമാണ് ഈ പ്രശ്നം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. അറബ് ലോകം തന്നെ അത് തിരുത്തിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതാണ് അങ്ങനെ ആക്കിയെടുത്തിട്ട്. അതായത് അവരുടെ ഭാഗത്ത് അവരുടെ നാട്ടിലേക്ക് ഈ അഴുക്കൊന്നും വരാതെ നോക്കുന്ന ഒരു ചിട്ടയും അവർക്കുണ്ട്. അവർക്ക് ആരെ വേണമെങ്കിലും എപ്പോഴും പുറത്താക്കാം. അവിടെ യാതൊരുവിധ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഞാനൊക്കെ അവിടെ ഞാൻ ജനിച്ചു വളർന്നു നടന്നത് ഞാൻ ഒരുപാട് വർഷം UAE ജോലി ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിന്റെ ഒരു 90% ഞാൻ ഗൾഫിൽ ജീവിച്ച ആളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഇൻപുട്സ് പല ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി വിളിച്ചാണ്. ഞാനിതിൽ വിളിച്ച് പറയുന്നത് ഇത് കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ത്രൂ യുവർ ചാനൽ ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു എസ്പെഷ്യലി യു ആർ ഡൂയിങ് എൻ എക്സലന്റ് ജോബ്. And I really appreciate every word you say. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ക്ഷമ കിട്ടുന്നു എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ആലോചിക്കാറുണ്ട്. നിങ്ങളും അതെ എന്തോ ഈ ഒരു രീതിയിലായിരുന്നല്ലോ നമ്മളും കുറെ കാലം സംസാരിച്ചു. അപ്പൊ നമുക്കറിയാം അവരുടെ ആ ഒരു എന്താണ് അതിന്റെ റീസൺ നമുക്കറിയാം. ഇപ്പൊ ഒരു കേട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ക്ഷമ പോറണ്ടേ. അതെ, ഇപ്പൊ തന്നെ കുറച്ചു നേരത്തെ താത്ത വിളിച്ചില്ലേ. അവരെന്താ പറയാൻ നമുക്കറിയാലോ, അതുകൊണ്ടാണ്. അല്ല, അവരൊക്കെ ഒരു എന്താ പറയാ വോക്ക് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. വോക്ക് റിലീജിയന്റെ മാത്രമല്ല, അതിന്റെ മുകളിലാണ് രണ്ടും ഈക്വലാണ്, രണ്ടുപേരും തുല്യരാണ്, സെയിം ആണെന്നൊക്കെ പറഞ്ഞത്. ബിക്കോസ് ദേ ഹാവ് ടു ഫൈൻഡ് സം സോർട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അങ്ങനെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അതൊരു വിഷ്വൽ തിങ്കിങ്ങിന്റെ പ്രശ്നമാണത്. വിഷ്വൽ തിങ്കിങ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് റിയാലിറ്റീനെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ തടസ്സം നിൽക്കുന്ന രീതിയിൽ വിഷ്വൽ തിങ്കിങ് വരിക എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ്. അത് നമുക്ക് അതിനെ നമുക്ക് അനുകൂലിക്കാൻ വിഷ്വൽ തിങ്കിങ് ഒക്കെ വേണം. നമുക്ക് നല്ലത് വരണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, നല്ല കാര്യങ്ങൾ സ്വപ്നം കാണണം, അതൊക്കെ നമുക്ക് വേണ്ട കാര്യമാണ്. പക്ഷേ ഈ വിഷ്വൽ തിങ്കിങ് വെച്ചുകൊണ്ട് റിയാലിറ്റീനെ അഡ്രസ്സ് ആൾക്ക് എന്തിനാ അങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? അത് പറ്റൂലല്ലോ. നമ്മൾ ഡെമോക്രാറ്റിക് രാജ്യത്ത് ജീവിക്കുമ്പോ ഇപ്പൊ ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാനെല്ലാം അന്ധമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. എനിക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കണ്ട. ദാറ്റ് ഈസ് അപ് ടു മീ. അത് മാത്രമല്ല, ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് വളരുമ്പോൾ വീട്ടിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഇതെന്തിനാ ഇങ്ങനെ, എന്തിനാ കളം വരയ്ക്കുന്നത്, ഇതെന്തിനാ തുള്ളുന്ന ഇങ്ങനെ, എന്തിനാണ്? അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടത്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് താല്പര്യമുള്ളത് നമ്മൾ എടുക്കും, അല്ലാത്തത് വേണ്ട. അത് വിട്ട് കളയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഉള്ളപ്പോൾ ആ നന്മ ചെയ്യുന്നത് നല്ലതാണെന്നും
ഈ തെറ്റായ കാര്യങ്ങൾ ഇത് തെറ്റാണെന്നും പറയാനുള്ള ഈ ഇന്ത്യ രാജ്യത്ത് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവർക്ക് വേറെ എവിടെ പോയാലും പറ്റുക? അവർക്ക് ഇവിടെ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് അറിയാം ഈ പറയുന്നതൊക്കെ അവര് കാണുന്നതും ആരിഫ് ഭായ് പറയുന്നതൊക്കെ ശരിയാണ്, അതിൽ കുറെ സത്യങ്ങൾ ഉണ്ടെന്ന് അവർക്ക് അറിയാം, അറിയാണ്ടൊന്നുമല്ല. പക്ഷെ അവര് കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് കൂടുതൽ പ്രിഫറൻസ്. എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഗൾഫിലുള്ളവർ തന്നെ, മലയാളികളാണ്. അവര് നമ്മുടെ വടക്കൻ സംസ്ഥാനത്തിന്റെ വടക്ക് ഭാഗത്തുള്ളവരാണ്. അപ്പൊ അവര് വലിയ വലിയ ബിസിനസ്സുകാരും വലിയ ആൾക്കാരാണ്. അവരൊക്കെ നോമ്പ് കാലത്ത് പോലും കള്ളു കുടിച്ചിറങ്ങുന്ന ആൾക്കാരാണ് അവിടെ യുപിയില്. അപ്പൊ ആ പറയുമ്പോ ഒക്കെ ഭയങ്കര പള്ളിയിരിക്കുക ഉച്ച സമയത്താകുമ്പോ പല്ല് തേക്കാണ്ട് കൂടെ വായൊക്കെ കഴുകിയിട്ട് ഓടിപ്പോയി നിസ്കരിച്ചൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ വഴിപാട് മാതിരി ഇങ്ങനെ കാണിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാ? ചെയ്യണമെങ്കിൽ അതിന്റെ സത്യസന്ധമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇത് എന്തൊക്കെയോ ആരൊക്കെയോ പേടിച്ചിട്ട് ഓർമ്മ മതി. ആ സമയമാകുമ്പോ ഓടിപ്പോയിട്ടൊരു നിസ്കാരമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പൊ അവർക്ക് പറയണ എന്താന്ന് വെച്ചാല്, അവർക്ക് അതിന്റെ കൂടെ പോയില്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തും. വീടുകളിലായാലും, അതായത് ഒരു മനുഷ്യനെ ഏറ്റവും വലിയ പേടിയാണല്ലോ ഒറ്റപ്പെടുക എന്നുള്ള ഒരു പേടി മനുഷ്യനുണ്ടല്ലോ. അപ്പൊ ആ ഒറ്റപ്പെട്ട് പോകും എന്നുള്ള പേടിയും അവർക്ക് മറ്റു പല ഫൈനാൻഷ്യൽ കാര്യങ്ങളായാലും സമൂഹത്തിൽ സപ്പോർട്ടായാലും ഇവര് മുസ്ലിം എന്നുള്ള നിലയ്ക്കുള്ള പ്രിവിലേജസ് കിട്ടുന്നതും ഒക്കെ അവർക്ക് ഇല്ലാണ്ടായി പോകും. ഒരാള് സത്യസന്ധമായിട്ടൊരു പാകിസ്ഥാനി എന്റെ അടുത്ത് പറഞ്ഞാണ്. ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട്. മുഴുവനും അവരെടുക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പറഞ്ഞങ്ങോട്ട് പോകും. പക്ഷെ ഇത് നമ്മുടെ പ്രശ്നം, ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ആളുകളോടൊപ്പം ചേരുന്നു, അതല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആളുകളെ വന്നിട്ട് വിമർശിക്കും. അതാണ് അവരുടെ പ്രശ്നം. അതാണ് ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യം. അതാണ് ഇവരിങ്ങനെ ഒരു ലിബറലൊക്കെ പറഞ്ഞ് വായടച്ച് മിണ്ടാണ്ട് ഇതിനെ കുറിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോൾ they are actually encouraging this. സൈലൻസ് എപ്പോഴും എൻകറേജ് ചെയ്യണം, അല്ലാണ്ട് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കണം. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്ലീസ് ഡു കണ്ടിന്യൂ ദിസ്. ഐ വിൽ ബി ഓൾവേസ് വാച്ചിങ്. ഓക്കേ, ബൈ. താങ്ക് യു. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും വീഡിയോ കൂടുതൽ പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ നമ്മളെ സഹായിക്കുക. മറ്റു രീതിയിൽ ഡൊണേഷൻസ് വഴി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ദിംഗാഹു അക്ബർ, ദിംഗാഹു അക്ബർ, ദിംഗാഹു അക്ബർ, ദിംഗാഹു അക്ബർ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن ميتم يا الرسول الله. أشهد أن ميتم يا الرسول الله. حي على free thinking. حي على free thinking. حي على scientific temper. حي على scientific temper. Dingahu Akbar, Dingahu Akbar. La